നമസ്കാരം. ഞാൻ സാധാരണയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ആദ്യം വേണ്ടത്, അതെയോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണോ ആദ്യം വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് നിങ്ങളോട് പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായേ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പക്ഷേ നമ്മൾ വിഡ്രോ ചെയ്യേണ്ടതായിട്ടും നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുക അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ വിനിയോഗിക്കേണ്ടതായിട്ടും വന്നേക്കാം. അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എത്ര രൂപ, ആളുകളുടെ ഒരു സംശയമാണ്, നമുക്ക് എത്ര രൂപയാണ് ഒരു ഐഡിയൽ ഒരു കവറേജ് എന്ന് പറയുന്നത് എത്ര രൂപയാണെന്നുള്ളതാണ്. അത് ഡിപ്പെൻസ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതനുസരിച്ച് വരും. കാരണം നമ്മളൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ചിലവല്ല നമ്മളൊരു നഗരപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരാളുടെ ഒരു ഐഡിയൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 5 lakh to 10 lakh ആണ്. പക്ഷേ അത് തന്നെ ഒരു നഗരപ്രദേശത്താണ് എങ്കിൽ നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു ഐഡിയൽ കവറേജ് എന്ന് പറയുന്നത് 10 lakh to 25 lakhs ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയുടെ കവറേജ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മിനിമം കവറേജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു 3 ലക്ഷത്തിൻ്റെ എങ്കിലും കവറേജ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് സാധ്യമെങ്കിൽ നമ്മളൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 ലക്ഷത്തിൻ്റെ മുകളിലോട്ടുള്ള കവറേജും, നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഒരു 10 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള കവറേജുമാണ് ഒരു ഐഡിയൽ കവറേജ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഒരുപാട് കമ്പനികളുണ്ട്, നന്നായിട്ട് ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയുടെ പ്രീമിയം കുറവാണ് എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് കമ്പനിയുടെയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഒരു 100 പേര് കൊടുത്തു കഴിയുമ്പം 100 പേര് ഈ പോളിസിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷന് ശേഷം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പേർക്കാണ് ഇത് കിട്ടുന്നത്. 100 പേര് കൊടുത്തു കഴിയുമ്പോൾ 80 പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 80% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട്. ബാക്കി 20 പേരുടെ റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു 3-4 കമ്പനികൾ പരിഗണിക്കുക. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനികൾ ഏതാണെന്നൊക്കെ ഉള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പല കമ്പനികളും ഒരുപാട് മറ്റ് ഓഫറുകൾ നമുക്ക് വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും നല്ലത്. ഇപ്പം ചില കമ്പനികൾ നമുക്ക് ഓൾറെഡി ഇപ്പം ഒരു 5 ലക്ഷം രൂപയുടെ കവറാണെങ്കിൽ, ഒരു ഫാമിലി ആണെങ്കിൽ, ആ ഫാമിലി 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 5 ലക്ഷം രൂപയുടെ കവർ ഉണ്ടാകും. അതിലൊരാൾ 5 ലക്ഷം രൂപയുടെ കവർ എടുത്താലും ബാക്കിയുള്ള 3 പേരുടെയും നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ആൾക്ക് തന്നെ വീണ്ടും ആ വർഷം തന്നെ ഒരു 5 ലക്ഷം രൂപയുടെയും കൂടെ ഒരു ആവശ്യം വരുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അത്തരം കമ്പനികളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അത് ചില കമ്പനികൾക്കൊക്കെ ഒരു 30 ദിവസം 40 ദിവസം വരെയൊക്കെയുള്ള ഒരു പീരീഡിന് ശേഷമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ചില കമ്പനികൾ പിറ്റേ ദിവസം മുതൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളെയൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രീമിയം മാത്രം നോക്കി നമ്മൾ ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യരുത്. നമുക്ക് പ്രീമിയം കുറഞ്ഞിരിക്കുകയും നമുക്ക് ക്ലെയിം നമുക്ക് കിട്ടുന്നുമില്ല എങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം അത് നമ്മൾ നോക്കുക, തീർച്ചയായിട്ടും പരിഗണിക്കുക. പിന്നെ ഓരോ വർഷവും എന്തൊക്കെയായാലും അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളെ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പരമാവധി ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സർസൈസിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുക. പരമാവധി ഹൈജീനിക്കായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം
പിന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടി വരും. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ ഉണ്ട് എന്ന് അതിൻ്റെ കവർ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു.